വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പഴയ നിയമ ഗ്രന്ഥത്തിലെ 2-ാം പുസ്തകമായ പുറപ്പാടിലെ 40 അധ്യായങ്ങളെ 2 ഭാഗങ്ങളായി തിരിക്കാം. ആദ്യത്തെ 18 അധ്യായങ്ങളിൽ ദൈവം ഇസ്രായേലിനെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതും 20 മുതൽ 40 വരെയുള്ള അധ്യായങ്ങളിൽ ദൈവത്തിൻ്റെ ഇസ്രായേൽ ജനതയുമായുള്ള ബന്ധത്തെ വിവരിക്കുന്നതുമാണ്. ഇതിനിടെ 19-ാം അധ്യായത്തിലാണ് സീനായ് മലമുകളിൽ വെച്ച് ദൈവം മോശയ്ക്ക് 10 കൽപ്പനകൾ നൽകുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബും മക്കളും കാനാൻ ദേശത്തുണ്ടായ ക്ഷാമം മൂലം ഈജിപ്തിലേക്ക് വരുന്നതും മരിച്ചെന്ന് കരുതിയ ജോസഫിനെ കാണുന്നതും ജോസഫിൻ്റെ മരണശേഷം അവിടെ തുടരുന്നതുമാണ്. ദൈവം അനുഗ്രഹിച്ചതുപോലെ യാക്കോബിൻ്റെ മക്കളുടെ 12 ഗോത്രങ്ങളും വളർന്നു വലുതായി. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം അധികാരത്തിൽ വന്ന ഫറവോ രാജാവ് ജോസഫിൻ്റെ സഹോദരങ്ങളെയോ അവരുടെ മക്കളെയോ അംഗീകരിക്കാൻ തയ്യാറായില്ല. ഈ ഇസ്രായേൽക്കാർക്ക് ഈജിപ്തിൽ എന്ത് കാര്യമെന്ന് കണക്കാക്കി അവരെ അടിമത്തത്തിലേക്ക് തള്ളിവിടുന്നതും എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊന്ന് നൈൽ നദിയിൽ തള്ളണമെന്ന പ്രസ്താവനയും ഇവിടെ കാണാം. തൻ്റെ കുഞ്ഞിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ യൂക്കേബ് തൻ്റെ പുത്രനായ മോശയെ ഒരു കുട്ടയിലാക്കി നദിയിൽ ഉപേക്ഷിക്കുന്നതും ഫറവോയുടെ പുത്രി കുഞ്ഞിനെ സംരക്ഷിക്കുന്നതും കാണാം. മോശ വളർന്നപ്പോൾ ഫറവോ ഇസ്രായേൽ ജനതയെ ദ്രോഹിക്കുന്നത് കണ്ട് ദൈവം മോശയോട് ഇസ്രായേൽ ജനതയെ മോചിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നതും ഈജിപ്തിലെ ജനങ്ങൾക്ക് 10 മഹാമാരികൾ അയക്കുന്നതും ഫറവോയുടെയും അവരുടെ ദൈവങ്ങളെ നശിപ്പിക്കുന്നതും ഇസ്രായേൽ ജനതയെ ചെങ്കടൽ കടത്തുന്നതും അവരെ പിന്തുടർന്ന ഈജിപ്ത് പട്ടാളക്കാരെ ചെങ്കടലിൽ നശിപ്പിക്കുന്നതും വിവരിക്കുന്നു. 2-ാം ഭാഗത്ത് ദൈവം സീനായ് മലമുകളിൽ വെച്ച് മോശയിലൂടെ ഇസ്രായേൽ ജനതയ്ക്ക് 10 കൽപ്പനകൾ നൽകുന്നതും അതനുസരിച്ചാൽ ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റേതും ദൈവം ഇസ്രായേൽ മക്കളുടേതാകുമെന്ന വാഗ്ദാനവും നൽകുന്നു. ദൈവത്തിന് ഇസ്രായേൽ മക്കളെ കണ്ടുമുട്ടുന്നതിന് മോശയോട് ദൈവ സമാഗമ കൂടാരം നിർമ്മിക്കാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ ഇസ്രായേൽക്കാർ 10 പ്രമാണങ്ങളിൽ ആദ്യത്തെ 2 പ്രമാണങ്ങൾ ലംഘിക്കുന്നതും മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്നതും കാണുന്നു. മോശയുടെ കരഞ്ഞുള്ള പ്രാർത്ഥനയിൽ ദൈവം അവർക്ക് 2-മതൊരു അവസരം കൂടി കൊടുക്കുന്നു. മോശ ദൈവം കൽപ്പിച്ചതുപോലെ സമാഗമ കൂടാരം നിർമ്മിച്ചെങ്കിലും മോശയ്ക്ക് അതിൽ പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. ദൈവം അതിശക്തമായ മഞ്ഞുപോലെ സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ദാനങ്ങളും ബലങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.